എക്സ്പീരിയൻസ് അനുസരിച്ച് പൂജ്യങ്ങളുടെ എണ്ണം കൂടുന്നൊരു ജോബ് വേക്കൻസികളും കൂടിയായിട്ടുള്ളതാണ് ഞാൻ വന്നിട്ടുള്ളത്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ദാസനാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണു. ഞാനിവിടെ സൗദി അറേബ്യയിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നു. നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ അവരവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഗൈസ്, അപ്പോൾ നമ്മുടെ സൗദി അറേബ്യയിലത്തെ ഒരു ക്ലൈമറ്റൊക്കെ പഴയ ആ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് തണുപ്പൊന്നുമില്ല, ഒരുപാട് ചൂടുമില്ല, നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ രാവിലെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ജാക്കറ്റൊക്കെ ഒഴിവാക്കി നോർമലി ആയിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ഞാനൊരു ബ്രേക്ക് എടുത്തു. എന്നോട് ഒന്ന് രണ്ട് പേരൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചു, എന്താണ് ദാസേട്ടാ ഇന്നത്തെ വീഡിയോ കണ്ടില്ലല്ലോ എന്ന്. കാരണം നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലത്തെ കുറച്ച് പേരൊക്കെ നമുക്ക് ഇന്നലെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് ആവശ്യമാണ്. ഡെയിലി നമ്മളെ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ കൂടെ നമുക്കൊരു ബ്രേക്ക് ആവശ്യമാണ്. നമ്മുടെ ഉറക്കം അതൊക്കെ ചെറിയ പ്രശ്നങ്ങളായിട്ട് വരുന്നതുകൊണ്ട് ഇടയ്ക്ക് നമുക്കും ഒരു ബ്രേക്ക് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ബ്രേക്കിലും ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് നല്ല കുറച്ച് ജോബ് വേക്കൻസികളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന നല്ല കുറച്ച് ജോബ് വേക്കൻസികൾ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഒരു പക്ഷേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ലെങ്കിൽ കൂടി നിങ്ങളുടെ അനിയന്മാർക്കോ ചേട്ടന്മാർക്കോ അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളവർക്കൊക്കെ ജോലി അന്വേഷിക്കുന്ന പലർക്കും യൂസ്ഫുൾ ആവാനായിട്ട് ചാൻസ് ഉള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഒപ്പം നിങ്ങളോട് പറയുന്നത്, നമ്മുടെ ഈ ഒരു എഫർട്ടിന് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ഒരു എഫർട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം ഒരു 200-250 ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ ആളുകൾ നമ്മുടെ പഴയ ഒരു 4-5 വീഡിയോകൾ, ഇതിന് മുൻപ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു 4-5 വീഡിയോ കാണാൻ ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ചിലപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ സംസാരിച്ച് നേരം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ഒരു ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ്. സൗദി അറേബ്യയിലെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഫാസ്റ്റ് ഫുഡ് ഗ്രൂപ്പായിട്ടുള്ള കുഡുവിലേക്ക് നമ്മുടെ സൗദി അറേബ്യയിലത്തെ പ്രവാസികൾക്കൊക്കെ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു സ്ഥാപനം കൂടിയാണ് കുഡു. ഈ ഒരു കുഡു ഗ്രൂപ്പിൻ്റെ കീഴിലേക്ക് അവർ വാൻ സെയിൽസ്മാൻ എന്നുള്ള പോസ്റ്റിലേക്ക് ആളുകളെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന യോഗ്യതകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതായത് ഈ വാൻ സെയിൽസ്മാൻ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു പ്രായപരിധി എന്ന് പറയുന്നത് 21 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ സൗദി അറേബ്യയിലുള്ള ഹെവി വാലിഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എക്സ്പയർഡ് ആയിട്ടുള്ളതായ ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നാണ് അവർ പറയുന്നത്. ഇനി സൗദി അറേബ്യയിലെ ഹെവി ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇന്ത്യൻ ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട്. ഇനി അതും നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ GCC കൺട്രീസിൽ എവിടെയെങ്കിലും ഉള്ളൊരു ഹെവി ലൈസൻസ് അത് വാലിഡ് ആയിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട്. ഈ 3 ലൈസൻസിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം. ഒന്നുകൂടെ പറയാം, സൗദി അറേബ്യയിലുള്ള ഹെവി ലൈസൻസ് അത് വാലിഡ് ആയതോ അല്ലെങ്കിൽ എക്സ്പയർഡ് ആയതോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ GCC കൺട്രീസിൽ എവിടെയെങ്കിലും ഉള്ളൊരു ഹെവി ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, വാലിഡ് ആയിട്ടുള്ളത്. ഇനി അതല്ലെങ്കിൽ ഇന്ത്യയിലുള്ളൊരു ഹെവി ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പ്രായം 21 വയസ്സിനും 40 വയസ്സിനും ഇടയിലായിരിക്കണം. ഇനി മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത്, നിങ്ങൾക്ക് ഏതെങ്കിലും FMCG സെക്ടറിലേക്കൊരു വാൻ സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് ഭാഷകൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് സംസാരിക്കാനായിട്ട് അറിയണം. ഇനി അതറിയും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകം മുൻഗണന ഉണ്ടായിരിക്കുമെന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് 2030 റിയാലാണ്. ഒപ്പം അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷനും മറ്റുള്ള മെഡിക്കൽ കാര്യങ്ങളൊക്കെ കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ വളരെ നല്ലൊരു ജോബ് ഓഫറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആർക്കെങ്കിലും ഇതിൽ പങ്കെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ID ആയിട്ടുള്ള മല്ലു ഫ്രം സൗദി ഒന്ന് ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഇനി ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാൻ അറിയാത്തവരാണ് അതല്ലെങ്കിൽ ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിതിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ആരുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് എന്നുള്ളതിനുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി ഏതാ നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ഒരു ജോബ് വേക്കൻസി അതും റിപ്പോർട്ട് ചെയ്യുന്നത് സൗദി അറേബ്യയിൽ നിന്ന് തന്നെയാണ്. സൗദി അറേബ്യയിലുള്ള വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു റീറ്റെയിൽ മോളിലേക്ക് അവർ റീറ്റെയിൽ ഹെൽപ്പർ എന്നുള്ള പോസ്റ്റിലേക്ക് അവർ കുറച്ച് ആളുകളെ എടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ഒരുപാട് പേർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണത്. അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു പ്രായപരിധി ഒരു 22 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം.
രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഗുഡ് പേഴ്സണാലിറ്റി ആയിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു റീറ്റെയിൽ സ്റ്റോറിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എന്ത് ജോലികളും ചെയ്യാനുള്ളൊരു കഴിവുകളൊക്കെ ഉള്ള ഒരാളായിരിക്കണം. പറയുന്ന ജോലികളൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കണം. അതായത് ഇപ്പോൾ ഒരു നല്ല കസ്റ്റമേഴ്സിനെയൊക്കെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാനും അതുപോലെ തന്നെ അത്യാവശ്യം ഷെൽഫിൽ സാധനങ്ങളൊക്കെ റീഫിൽ ചെയ്യാനും ഷെൽഫ് ക്ലീൻ ചെയ്യുന്നതിനും അങ്ങനെ അത്യാവശ്യം ഒരു റീറ്റെയിൽ സ്റ്റോറിലൊക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കണം എന്ന് മാത്രമാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഒരു ഇംഗ്ലീഷൊക്കെ ബേസിക്കായിട്ട് കുറച്ച് ഇംഗ്ലീഷൊക്കെ ഒന്ന് സംസാരിക്കാൻ അറിയണം എന്നും അവർ പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ മാത്രമേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ അവർ പറയുന്നത് ഈ ജോലി ഏകദേശം ഒരു 9 മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 6 ദിവസവും ജോലി, ഒരു ദിവസം നിങ്ങൾക്ക് അവധിയായിരിക്കും ഉണ്ടായിരിക്കുക. 2 വർഷത്തിൽ നിങ്ങൾക്ക് പുതുക്കാവുന്ന കോൺട്രാക്റ്റ് സഹിതമാണ് അവർ ഈ ഒരു ജോലിക്ക് നിങ്ങളെ വെൽക്കം ചെയ്യുന്നത്. ഒപ്പം നിങ്ങൾക്ക് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഇവിടെ വന്നതിന് ശേഷമുള്ള മെഡിക്കൽ സൗകര്യങ്ങളൊക്കെ കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് 1100 റിയാൽ പ്ലസ് കമ്മീഷനാണ് അവർ പറയുന്നത്. 1100 റിയാലും പ്ലസ് അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ 1100 റിയാലാണ് സാലറി ആയിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ കമ്മീഷനും ഉണ്ടായിരിക്കുമെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. 1100 റിയാൽ പ്ലസ് കമ്മീഷൻ ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കുള്ള മെഡിക്കൽ കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ ആളുകൾക്കൊക്കെ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ ഒരു ജോലിക്ക് ആർക്കെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആയിട്ടുള്ള മല്ലു ഫ്രം സൗദി ഒന്ന് ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഇനി ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരാണ്, അതല്ലെങ്കിൽ ഉപയോഗിക്കാൻ അറിയാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. വാട്സപ്പ് നമ്പർ വീഡിയോയുടെ എൻഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി ഏതാ നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ അടുത്തൊരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് നല്ല ഹൈ സാലറി ഉള്ള നല്ല കുറച്ച് ജോബ് വേക്കൻസിയാണ്. നമ്മുടെ ദുബായിലെ ഒരു ഹെവി എക്യുപ്മെൻ്റ് ഒക്കെ നിർമ്മിക്കുന്ന കമ്പനിയിലെ വർക്ക്ഷോപ്പിലേക്കുള്ള ഒരു 6 കാറ്റഗറിയിലേക്ക് അവർ ആളുകളെ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് പൂജ്യങ്ങളുടെ എണ്ണം കൂടുന്നൊരു ജോബ് വേക്കൻസികളും കൂടിയായിട്ടുള്ളതാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് 28, 29, 30 തീയതികളിലായിട്ട് കൊച്ചിയിലും കോഴിക്കോടുമായിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും രീതിയിലൊക്കെ ഹെവി എക്യുപ്മെൻറ്റ് വർക്ക്ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട. നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ട് ലക്ഷങ്ങൾ സാലറി കിട്ടുന്ന ജോബ് വേക്കൻസികളാണ്. അപ്പോൾ ഒരു 6 കാറ്റഗറിയിലേക്കാണ് അവർ ആളുകളെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടുള്ള ജോലികളൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മളോട് കൂടുതൽ ആളുകൾക്കും താല്പര്യമുള്ള ഒരു 3 കാറ്റഗറിയാണ് നമ്മളിതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം ഒരുപാട് ലെങ്തി ആയിപ്പോവും. അപ്പോൾ ഒരു 6 കാറ്റഗറികൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് ആദ്യം ചെക്ക് ചെയ്യാം. അതായത് വർക്ക്ഷോപ്പ് ഇൻചാർജ്, വർക്ക്ഷോപ്പ് കോർഡിനേറ്റർ, സീനിയർ മെക്കാനിക്ക്, വെൽഡർ കം ഫാബ്രിക്കേറ്റർ, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് മെക്കാനിക്ക്, ഒപ്പം വർക്ക്ഷോപ്പിലേക്കുള്ള ഹെൽപ്പർ എന്നുള്ള 6 കാറ്റഗറിയിലേക്കാണ് അവർ ആളുകളെ എടുക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒരു കാറ്റഗറി ആയിട്ടുള്ള വെൽഡർ കം ഫാബ്രിക്കേറ്റർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അവർ പറയുന്ന യോഗ്യതകൾ എന്നുള്ളത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സ്കെച്ച് തന്നാൽ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് തന്നു കഴിഞ്ഞാൽ അത് സ്വന്തമായി അളവെടുത്ത് നിങ്ങൾക്കത് ഫാബ്രിക്കേറ്റ് ചെയ്യാനുള്ളൊരു കഴിവും എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം എന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് പ്രായപരിധി അവർ മെൻഷൻ ചെയ്തതായിട്ട് കാണുന്നില്ല. അവർ പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അളവെടുക്കാനും ഒരു പ്ലാൻ തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് തന്നു കഴിഞ്ഞാൽ അത് അളവെടുത്ത് ഫാബ്രിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം എന്നാണ് അവർ പറയുന്നത്. അതിനുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് 2500 ദിറംസ് മുതൽക്ക് 4000 ദിറംസ് വരെയൊക്കെയാണ്. ഞാൻ ഇന്നലെ കുറച്ച് പേർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് 2500 എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളുടെ ഒരു ഇന്ത്യൻ മണി 57,000 രൂപ മുതൽക്ക് ഏകദേശം 92,000 രൂപ വരയ്ക്ക് സാലറി കിട്ടുന്ന നല്ലൊരു ജോലിയാണ്. അപ്പോൾ ഏകദേശം ഒരു 40-45 വയസ്സിന് താഴെ പ്രായമുള്ള ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്ന ഒരു വേക്കൻസി കൂടിയായിരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾ കഴിവുള്ളവരാണ്, എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയയ്ക്കുക. രണ്ടാമത്തെ ഒരു ജോബ് വേക്കൻസി ആയിട്ടുള്ള വർക്ക്ഷോപ്പ് ഇൻചാർജ് എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് ഇതുപോലുള്ള ഹെവി എക്യുപ്മെൻറ്റ് മെഷീനറി കമ്പനികളിലൊക്കെ വർക്ക്ഷോപ്പുകളിലൊക്കെ ഒരു 3 വർഷത്തോളം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക്ഷോപ്പ് ഇൻചാർജ് എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ഇതുപോലുള്ള വർക്ക്ഷോപ്പുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ ആവശ്യപ്പെടുന്നത്. സാലറി ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് 2500 മുതൽക്ക് 4000 ദിറംസ് വരെയൊക്കെയാണ്.
അപ്പോൾ ഈ ജോലികൾക്കൊക്കെ നിങ്ങൾക്ക് 10 മണിക്കൂർ ഡ്യൂട്ടി ആയിരിക്കും ഉണ്ടായിരിക്കുക. ആഴ്ചയിൽ 6 ദിവസം ജോലിയും 1 ദിവസം അവധിയുമായിരിക്കും ഉണ്ടായിരിക്കുക. 2 വർഷത്തെ ഒരു കോൺട്രാക്റ്റാണ് എന്നവർ പറയുന്നുണ്ട്. അക്കോമഡേഷനും OTയും അതുപോലെ തന്നെ അവിടെയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷനൊക്കെ കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വർക്ക്ഷോപ്പ് ഇൻചാർജറിൻ്റെ സാലറി എന്ന് പറയുന്നത് 2500 ദിറംസ് മുതൽക്ക് 4000 ദിറംസ് വരെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 57,000 മുതൽക്ക് 92,000 രൂപ വരെയൊക്കെയാണ് സാലറി ആയിട്ട് പറയുന്നത്. ചുരുങ്ങിയത് ഒരു 3 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇനി മൂന്നാമത്തെ ഒരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് വർക്ക്ഷോപ്പിലുള്ള ഒരു ഹെൽപ്പറുടെ ഒരു ജോബ് വേക്കൻസിയാണ്. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ വർക്ക്ഷോപ്പ് ഹെൽപ്പർ എന്നുള്ളൊരു ജോബ് വേക്കൻസിക്ക് അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെഷീനറികളെ കുറിച്ചുള്ള ഒരു ബേസിക് നോളജ്, നിങ്ങൾക്ക് ഇതുപോലുള്ള ഹെവി എക്യുപ്മെൻറ്റ് മെഷീനുകളെക്കുറിച്ചും എല്ലാ തരത്തിലുള്ള മെഷീനറികളെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ 1000 ദിറംസാണ് അവർ സാലറി ആയിട്ട് പറയുന്നത്. അത് അത്ര വലിയൊരു സാലറി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു പുതിയ ആളുകളൊക്കെ അത്യാവശ്യം ഒരു ITIയിലൊക്കെ പഠിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2-3 വർഷം അവിടെ ജോലി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 വർഷത്തിനോ 3 വർഷത്തിനോ ശേഷം നിങ്ങളുടെ സാലറി ഹൈ സാലറി ലഭിക്കുന്ന രീതിയിലുള്ളൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം തുടക്കത്തിലൊക്കെ കുറച്ച് സാലറി കുറവായിരിക്കും. താല്പര്യമുള്ളവർ മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ഗൈസ്, ഇനി അടുത്തൊരു ജോബ് വേക്കൻസി വർക്ക്ഷോപ്പ് കോർഡിനേറ്ററുടെ ആണ്. അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ പറയുന്നത് നിങ്ങൾക്ക് 10 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ്, 5 മുതൽക്ക് 10 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വർക്ക്ഷോപ്പ് മെയിൻ്റെനൻസ്, ഹെവി എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ഹെവി കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ നിങ്ങൾക്ക് 10 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 2500 മുതൽ 4500 ദിറംസ് വരയ്ക്ക് സാലറി കിട്ടാവുന്ന ഒരു ജോലിയാണ്. അതുപോലെ തന്നെ സീനിയർ മെക്കാനിക്ക് 5000 ദിറംസ് വരയ്ക്കാണ് അവർ സാലറി പറയുന്നത്. 20 വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ്, ഇതുപോലുള്ള ഹെവി എക്യുപ്മെൻറ്റ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഡിപ്ലോമ അല്ലെങ്കിൽ ITI ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 3000 ദിറംസ് മുതൽക്ക് 5000 ദിറംസ് വരയ്ക്ക് ഏകദേശം ഒരു 1.15, 1,15,000, 1,20,000 അടുത്തൊക്കെ സാലറി മേടിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല ജോബ് വേക്കൻസികളാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചോളൂ. ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ID ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാട്സപ്പ് നമ്പർ വീഡിയോയുടെ എൻഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ജോബ് വേക്കൻസികളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ ആളുകൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു 4-5 വീഡിയോകൾ, ലാസ്റ്റ് വീക്കിലത്തെ 4-5 വീഡിയോകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ചിലപ്പോൾ 27, 28, 29 ഇൻ്റർവ്യൂ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജോലികൾ അന്വേഷിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരായിരിക്കും. സൈനിങ് ഓഫ്, ദാസൻ.